സോ ഗൈസ്, ഇന്ന് ബോക്സ് ഡ്രോ ആണ്. ബോക്സ് ഡ്രോയും പ്ലെയർ റിവ്യൂ ഒക്കെ ഉണ്ട്. നമ്മളെ മെയിൻ ടാർഗറ്റ് പറയുന്നത് റൊണാൾഡീനോ ആണ്. പക്ഷേ ഞാനിത് കുറേ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒന്നുമില്ല, കൊണാമി ഊമ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ ഫുള്ള് വൈപ്പ് ഔട്ട് ആക്കുന്നത് തോന്നുന്നു. 6 ഡ്രോ കൂടി ഉള്ളൂ, 200 ഡ്രോയിൽ 6 കൂടി ഉള്ളൂ. പോയിൻറ്റ്സ് ഒരുപാട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു റൊണാൾഡീനോനെ കിട്ടുന്നതിന്. ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. റൊണാൾഡീനോനെ കിട്ടിയിട്ടുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ആളെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. കാരണം വിചാരിക്കാണ്ട് കിട്ടും. ഇതിപ്പോൾ ലാസ്റ്റിലേക്ക് എന്തായാലും കിട്ടുമെന്ന് നമുക്കറിയാം. കോയിൻസൊക്കെ ഒരുപാട് പൊട്ടിച്ച് എന്തായാലും റൊണാൾഡീനോനെ കിട്ടുമെന്ന് അറിയാം. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വലിയ ഉപകാരമുണ്ട് കൊണാമി, വലിയ ഉപകാരമുണ്ട്. എന്തായാലും എൻ്റെ ഒരുപാട് കോയിൻസ് കൊണാമി തിന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണാമിക്ക് സംഭവം, അല്ലെങ്കിൽ എനിക്ക് അധികം വേഗം കിട്ടുന്നതാണ്. പക്ഷേ ഇത് കൊണാമി ചാമ്പി, എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. അപ്പോൾ കണ്ടില്ലേ, ഇത് നോക്ക്, ഫുള്ള് വൈപ്പ് ഔട്ട് ആക്കി. 4 ഡ്രോ കൂടിയേ ബാക്കിയുള്ളൂ. ഫുള്ള് ഇടിപ്പിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് ഫുള്ള് ഇടിപ്പിച്ചിട്ടുണ്ട്. ഒരു 245 കോയിനെങ്കിലും ബാക്കി തന്നുന്നുണ്ട്. വലിയ ഉപകാരമുണ്ട്. ഫുള്ള് കാരണം അത്രയും വൈപ്പ് ഔട്ട് ആക്കിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട്. എന്നെ കൊണ്ട് എന്ത് പറയാനാ, നമുക്ക് ആവശ്യം ഉണ്ടായി പോയില്ലേ. അപ്പോൾ നമ്മളെ പ്ലെയേഴ്സ് അറിയുന്നതാണ്. നമ്മളിപ്പോൾ ഹൈ റേറ്റഡ് പ്ലേയേഴ്സ് ഓൺലി. സ്ക്വാഡിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഹയസ്റ്റ് റേറ്റിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൊണാൾഡീനോ ഒക്കെ നല്ല റേറ്റിംഗ് ഉണ്ട്, 107 റേറ്റിംഗ് തരുന്നുണ്ട് റൊണാൾഡീനോ. പിന്നെ നമുക്ക് വേറെ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിന് അവരെ മാത്രമല്ല എടുത്ത്, റോഡ്രിനെ കിട്ടിയിട്ടുണ്ട്, വാൻ ബോമലിനെ കിട്ടിയിട്ടുണ്ട്, ഡോക്കുവിനെ കിട്ടിയിട്ടുണ്ട്. റോഡ്രി അടിപൊളിയാട്ടോ, നല്ല വിഷണറി പാസ് ഉണ്ട്, അത്യാവശ്യം ഡിഫൻസ് ഉണ്ട്. നമുക്ക് ആ സൈഡിൽ അങ്ങനത്തെ ഒരാൾ വേണം, കറക്റ്റ് വിഷണറി പാസ്. ഞാൻ നെയ്മറും എല്ലാവർക്കും വിഷണറി പാസ്സാണ്, കാരണം പാസ് നമുക്ക് മെയിനാണ്. അപ്പോൾ ആളെ കൊണ്ട് നല്ല ഇതുണ്ട്. റൊണാൾഡീനോനെ ഞാൻ ബൂസ്റ്ററൊക്കെ കയറ്റിയാണ് ഓൾറെഡി, ഡബിൾ ബൂസ്റ്റർ ഉണ്ട്, 170 വരുന്നുണ്ട്. ഓക്കെ, അടിപൊളിയാണ്. ഡോക്കു നമ്മൾ ഇറക്കുന്നില്ല. വാൻ ബോമ്മലും ഉണ്ട്. വാൻ ബോമ്മൽ DMF ഒക്കെ ആണ്. പക്ഷേ റോഡ്രി ആണ് എനിക്ക് അതിലും പെർഫോമൻസ് കാണുന്നത്. വെറുതെ 2 അവിടെ കിടക്കും, ഇനി വെറുതെ ഇനി ഇറക്കം തന്നെയല്ല. അവിടെ 2 ആൾക്കാർ. ഡോക്ക് അതല്ല, പ്രൊലിഫിക് വിങ്ങറാണ്. അതുപോലെ വാൻ ബോമ്മലും ഉണ്ട്. കാര്യമില്ല. പക്ഷേ റോഡ്രിക്ക് ഉണ്ടാവും, നല്ല പെർഫോമൻസ് വരുന്നുണ്ട് ആൾ. ഓർക്കസ്ട്രാണ്. പിനോമൽ പാസ് തോന്നുന്നു 98 ഒക്കെ ഉണ്ട്. ലോ പാസും ലോഫ്റ്റഡ് പാസും. ഇത് പിന്നെ ആൾക്ക് ഡിഫെൻസീവും ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. അത് നമുക്ക് വേണം DMFൽ. സ്പീഡും ഉണ്ട്, അതുപോലെ കിക്കിംഗ് പവറും ഉണ്ട്, സ്റ്റാമിനയും ഉണ്ട്. അടിപൊളി കാർഡാണ് ഇത്, വൃത്തിയായിട്ടുള്ളൊരു കാർഡാണെന്ന് തന്നെ പറയാം. അതേപോലെ ഇനിയിപ്പോൾ റൊണാൾഡീനോനെ നോക്കുകയാണെങ്കിൽ ആൾ ഡ്രിബ്ലറാണ്, അതാണ് ആടെ മെയിൻ. 100ഉം 101ഉം എല്ലാം തരുന്നുണ്ട്. പിന്നെ അതിൽ പാസ് ഉണ്ട്, ലോ പാസ് ഉണ്ട്. ഫിനിഷിങ് കുറവാണ്, 85 ഉള്ളൂ. പിന്നെ സ്പീഡുണ്ട് ആൾക്ക്, എക്സലറേഷൻ ഫസ്റ്റ് ഉണ്ട് സ്കില്ലായിട്ട്. കിക്കിംഗ് പവർ കുറവാണ്, 86 ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, ആളെ വെച്ച് കളിപ്പിക്കണം. ഡബിൾ ബൂസ്റ്ററിൽ ഞാൻ കയറ്റിയാണ് സ്ട്രൈക്കർ ഇൻസിറ്റ്. അപ്പോഴാണ് 107 റേറ്റിങ്ങിലേക്ക് എത്തിയത്. ഇപ്പോൾ എന്തായാലും കൊണാമി കുറേ ചാമ്പി ഊമ്പിച്ച് എന്തായാലും നമുക്ക് തന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് കൊണാമിനി എന്തായാലും ഗൈസ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ അത്രയും നല്ല പാക്ക് ഓപ്പണിങ്, നമ്മളെ അത്രയും നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്.